ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ പാർട്ടിയിലോ സർക്കാരിലോ നേതൃമാറ്റമില്ല എന്ന് വ്യക്തമാക്കി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംസ്ഥാനത്ത് തുടർ ഭരണത്തിന് നെടുംതൂണായി നിന്നത് പിണറായി വിജയനാണ്. BJP നേതാക്കളുമായി EP ജയരാജൻ നടത്തിയ കൂടിക്കാഴ്ച ഗൗരവപൂർവ്വം പരിശോധിക്കുമെന്നും പാർട്ടി സെക്രട്ടറി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. പാർട്ടി സംസ്ഥാന നേതൃയോഗങ്ങളിലും ജില്ലാ ഘടകങ്ങളിലും മുന്നണിയിലെ ഘടകകക്ഷികളിലും സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ വിമർശനം ശക്തമാണ്. മുഖ്യമന്ത്രി മാറിയാലേ ഭരണം നന്നാവൂ എന്നതടക്കം വിമർശനമുയരുമ്പോഴാണ് പാർട്ടിയിലോ സർക്കാരിലോ നേതൃമാറ്റമില്ലെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നത്. എന്തൊക്കെ തിരുത്തേണ്ടതുണ്ടോ അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകും. അതിനൊരു പ്രയാസവുമില്ല. മാറ്റങ്ങൾക്ക് പാർട്ടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കും. പിണറായി ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. തുടർഭരണത്തിലേക്ക് നയിക്കാൻ നെടും തൂണായി നിന്നത് പിണറായി വിജയനാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയെന്നും MV ഗോവിന്ദൻ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടി. BJP നേതാക്കളുമായി EP ജയരാജൻ നടത്തിയ കൂടിക്കാഴ്ച ഗൗരവപൂർവ്വം പരിശോധിക്കുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ന്യൂനപക്ഷ പ്രീണനം സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളില്ല. ന്യൂനപക്ഷ പ്രീണനം എന്നത് BJP പ്രചാരവേല മാത്രമാണ്. ന്യൂനപക്ഷ സംരക്ഷണം എന്നത് ഇടതുപക്ഷത്തിന്റെ മുഖമുദ്രയാണെന്നും MV ഗോവിന്ദൻ പറയുന്നു. അതേസമയം UDF ന്യൂനപക്ഷ വർഗീയ മുന്നണിയായി മാറിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതിനിടെ സംസ്ഥാന സർക്കാർ പരാജയമെന്ന CPM എറണാകുളം ജില്ലാ കമ്മിറ്റിയിലും വിമർശനമുയർന്നു. നേതാക്കളുടെ പ്രവൃത്തി ജനങ്ങളെ പാർട്ടിയിൽ നിന്നകറ്റി. തിരുത്തൽ അനിവാര്യമാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ തിരിച്ചടി ഭയാനകമാകുമെന്നും എറണാകുളം ജില്ലാ കമ്മിറ്റി വിലയിരുത്തി. ആഭ്യന്തര, ധന, ഭക്ഷ്യവകുപ്പുകളുടെ പ്രവർത്തനം അപമാനമാണെന്ന കുറ്റപ്പെടുത്തലും യോഗത്തിലുണ്ടായി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.